الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهد الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها فكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون ബഹുമാന്യരായ സത്യവിശ്വാസികളെ, അള്ളാഹുവിൻ്റെ കൽപ്പനകൾ സൂക്ഷിച്ചുകൊണ്ട് തഖ്വയോടുകൂടി ജീവിക്കുവാൻ പരിശ്രമിക്കണമെന്ന് എല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയാണ്. മനുഷ്യ ജീവിതത്തിൻ്റെ വിജയം അള്ളാഹുവിൻ്റെ കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കുന്നതിലാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിൻ്റെ നിയമങ്ങൾ മനുഷ്യർക്ക് പറഞ്ഞു കൊടുക്കുവാൻ വേണ്ടി പ്രവാചകന്മാരെ, അംബിയ മുർസലീങ്ങളെ നിയോഗിച്ചു. ആ പരമ്പരയിൽ ഏറ്റവും അവസാനമായി വന്ന പ്രവാചകനാണ് മുഹമ്മദ് നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വിശുദ്ധ ഖുർആൻ മനുഷ്യർക്ക് ഓതിക്കൊടുക്കുകയും ആ ഖുർആനിൻ്റെ വിശദാംശങ്ങൾ പറഞ്ഞു കൊടുക്കുകയും ഖുർആൻ പഠിപ്പിച്ചിട്ടുള്ള നിയമങ്ങൾ, ഇസ്ലാമിൻ്റെ കാര്യങ്ങൾ ജീവിതത്തിൽ പുലർത്തുകയും ചെയ്തുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനെ, ഈ ദീനിനെ ആളുകൾക്ക് പഠിപ്പിച്ചു കൊടുത്തു. നമ്മുടെ ജീവിതത്തിൽ വിജയമുണ്ടാവാൻ ഇനി നാം ചെയ്യേണ്ടത് ആ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റുക എന്നതാണ്. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് നമുക്ക് മാതൃക, റോൾ മോഡൽ എന്ന് പറയാവുന്ന വ്യക്തിത്വം, മഹനീയ വ്യക്തിത്വം റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. നമുക്കൊരാളെ പിൻപറ്റണമെങ്കിൽ, ഒരാൾ പറഞ്ഞതനുസരിക്കണമെങ്കിൽ, ഒരാളുടെ കൽപ്പനകൾ ജീവിതത്തിൽ പകർത്തണമെങ്കിൽ ആദ്യമായി ഉണ്ടാവേണ്ടത് ആ വ്യക്തിയുമായി അല്ലെങ്കിൽ ആ ആളുമായി സ്നേഹബന്ധം ഉണ്ടാവുക എന്നതാണ്. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കാത്ത ഒരാൾക്ക്, ഇഷ്ടപ്പെടാത്ത ഒരാൾക്ക് ആ റസൂലിൻ്റെ കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കുവാൻ താല്പര്യമുണ്ടാവില്ല, സാധിക്കുകയുമില്ല. അതുകൊണ്ടാണ് ഹുബ്ബുർ റസൂൽ, അള്ളാഹുവിൻ്റെ റസൂലിനെ ഇഷ്ടപ്പെടണം എന്ന് പറയാനുള്ള കാരണം. ഒരു ഹദീസിൽ വന്നിട്ടുണ്ട്, സലാസുൻ മൻ കുന്ന ഫീഹി വജദ ഹലാവത്തൽ ഈമാൻ. 3 കാര്യങ്ങൾ, അത് ഏതൊരാളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നുവോ അവന് ഈമാനിൻ്റെ മാധുര്യം കിട്ടും എന്നാണ്. അതിലൊന്ന് അൻ യകൂന അല്ലാഹു വ റസൂലുഹു അഹബ്ബ ഇലൈഹി മിമ്മാ സിവാഹുമാ. അതിലൊന്നാമത്തെ കാര്യം അള്ളാഹുവും അള്ളാഹുവിൻ്റെ റസൂലും അവന് മറ്റാരെക്കാളും ഇഷ്ടപ്പെട്ടവരായി തീരുക എന്നതാണ്. അള്ളാഹുവിനോട് ഇഷ്ടം, റസൂലിനോട് ഇഷ്ടം, അള്ളാഹുവിനോടും റസൂലിനോടുമുള്ള മഹബത്ത്, അതാണ് ഒരു മനുഷ്യന് ഈമാനിൻ്റെ മാധുര്യം അനുഭവിക്കാൻ ആദ്യം വേണ്ടത് എന്നാണ്. അള്ളാഹുവിനെ ഇഷ്ടപ്പെടാത്ത ഒരാൾക്ക് അള്ളാഹിൻ്റെ നിയമം പാലിക്കാൻ കഴിയില്ല.
റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇഷ്ടപ്പെടാത്ത ഒരാൾക്ക് റസൂലിന്റെ നിയമങ്ങൾ അല്ലെങ്കിൽ കൽപ്പനകൾ ഉപദേശങ്ങൾ സ്വീകരിച്ച് ജീവിക്കാൻ കഴിയില്ല. അതുകൊണ്ട് അള്ളാഹുവിനോടും റസൂലിനോടുമുള്ള ഇഷ്ടമാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തത് വാ യുഹിബ്ബൽ മർഅ ലാ യുഹിബ്ബുഹു ഇല്ലാ ലില്ലാഹ്. നമ്മളൊരാളെ ഇഷ്ടപ്പെടുന്നത് സ്നേഹിക്കുന്നത് അത് അള്ളാഹുവിന്റെ പേരിൽ ആയിരിക്കുക. വാൻ യക്റഹ യഊദ ഫിൽ കുഫ്രി ബഅദ ഇദ് അൻഖദഹു അല്ലാഹ് മിൻഹു കമാ യക്റഹു അൻ യുൽഖാ ഫിന്നാർ. അല്ലാഹു തആല മനുഷ്യനെ രക്ഷപ്പെടുത്തിയ ശേഷം, അതായത് തിന്മയിൽ നിന്ന്, കുഫറിൽ നിന്ന്, അനിസ്ലാമിക കാര്യങ്ങളിൽ നിന്ന് ഒരു മനുഷ്യനെ അള്ളാഹു രക്ഷപ്പെടുത്തിയ ശേഷം പിന്നെ അതിലേക്ക് പോകുന്നത് ഏറ്റവും വെറുക്കപ്പെട്ടതായി തീയിലേക്ക് എടുത്തെറിയുമ്പോഴുള്ള വെറുപ്പ് പോലെ, മടി പോലെ അനുഭവപ്പെടുക എന്നാണ്. ഞാൻ മുസ്ലിമായി അള്ളാഹിന്റെ ദീനനുസരിച്ച് ജീവിക്കുന്ന ഒരു സ്വഭാവമായി ഇനി കുഫറിലേക്ക് പോകുന്നത് ഏറ്റവും വെറുത്തതായി അനുഭവപ്പെടുക. ഈ മൂന്ന് കാര്യങ്ങൾ ഉള്ളവനാണ് ഈമാനിന്റെ മാധുര്യം അനുഭവിക്കാൻ കഴിയുക. അതിൽ ഒന്നാമത്തേത് അള്ളാഹുവിനെയും റസൂലിനെയും ഇഷ്ടപ്പെടുക എന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, വല്ലദീ നഫ്സി ബിയദിഹി ലാ യുഅ്മിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ. ഇമാം ബുഖാരിയും ഇമാം മുസ്ലിമും ഉദ്ധരിച്ച ഒരു ഹദീസാണത്. ഞാൻ ആദ്യം പറഞ്ഞ ഹദീസും ബുഖാരിയും മുസ്ലിമും ഉദ്ധരിച്ചതാണ്. ഇതിന്റെ അർത്ഥം എന്റെ ആത്മാവ് ഏതൊരാളുടെ കയ്യിലാണോ എന്ന് പറഞ്ഞാൽ അല്ലാഹു ആണ് സത്യം. ലാ യുഅ്മിനു അഹദുക്കും, നിങ്ങളിൽ ആരും വിശ്വാസികളാവില്ല. ഹത്താ അകൂന അഹബ്ബ ഇലൈഹി, ഞാൻ അവന് ഏറ്റവും ഇഷ്ടപ്പെട്ടവനായി തീരുന്നത് വരെ, മിൻ വാലിദിഹി, തന്റെ പിതാവിനേക്കാൾ, വലദിഹി, തന്റെ മക്കളെക്കാൾ, വന്നാസി അജ്മഈൻ, എല്ലാ ജനങ്ങളെക്കാളും. അപ്പൊ തന്റെ പിതാവിനേക്കാളും തന്റെ മക്കളെക്കാളും ബാക്കി എല്ലാ ആളുകളെക്കാളും ഏറ്റവും ഇഷ്ടപ്പെട്ട ആൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിരിക്കണം. എന്നാലേ നിങ്ങളിൽ ഒരാൾ മുസ്ലിം ആവുകയുള്ളൂ എന്ന്, മുഅ്മിനാവുകയുള്ളൂ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയുണ്ടായി. ഉമർ റളിയല്ലാഹു അൻഹു ഒരിക്കൽ പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ലഅൻത അഹബ്ബു ഇലയ്യ ഫി കുല്ലി ഷൈഇൻ ഇല്ലാ മിൻ നഫ്സി. റസൂലേ, എന്റെ നഫ്സ് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടം താങ്കളെയാണ്, അള്ളാഹുവിന്റെ റസൂലിനാണ്. ആദ്യം എനിക്ക് എന്നെയാണ് ഇഷ്ടം, അത് കഴിഞ്ഞാൽ താങ്കളെയാണ് ഇഷ്ടം എന്ന് പറഞ്ഞു. അപ്പോൾ ഫഖാല നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം, ലാ ഉമറെ, അങ്ങനെയല്ല. വല്ലദീ നഫ്സി ബിയദിഹി ഹത്താ അകൂന അഹബ്ബ ഇലൈക മിൻ നഫ്സിക. അല്ലാഹുവാണ് സത്യം, നിന്റെ നഫ്സിനേക്കാളും നിനക്കിഷ്ടം എന്നെ ആയിരിക്കണം. ഫഖാല ലഹു ഉമർ, അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഫഇന്നഹുൽ ആന, ആയിക്കോട്ടെ, എന്നാൽ അങ്ങനെയാവാം, എനിക്ക് എന്നെക്കാളും ഇഷ്ടം അള്ളാഹുവിന്റെ റസൂലിനെയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അങ്ങനെ പറഞ്ഞപ്പോൾ ഉമർ പറഞ്ഞു, വല്ലാഹി ലഅൻത അഹബ്ബു ഇലയ്യ മിൻ നഫ്സി, താങ്കളാണ് എനിക്ക് എന്റെ നഫ്സിനേക്കാൾ, എന്നെക്കാൾ ഏറ്റവും ഇഷ്ടമെന്ന്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഫഖാല നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം, അൽ ആന യാ ഉമർ, ഉമറെ, ഇപ്പോൾ പറഞ്ഞതാണ് ശരിയായത് എന്ന്. അതായത് താങ്കളെക്കാളും ഇഷ്ടം എന്നെയാണ് എന്ന് പറഞ്ഞപ്പോഴാണ് ആ പറയൽ ശരിയായത് എന്ന്. ഇതാണ് ഹുബ്ബുൻ നബി അല്ലെങ്കിൽ മഹബ്ബത്തു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്നതിൽ നിന്ന് നാം മനസ്സിലാക്കുന്നത്. നമുക്ക് എല്ലാവരെക്കാളും, സ്വന്തത്തെക്കാളും, എല്ലാറ്റിനേക്കാളും ഇഷ്ടം അള്ളാഹുവിന്റെ റസൂലിനെ ആയിരിക്കണം എന്ന്. അലി റളിയല്ലാഹു അൻഹുവിനോട് ഒരാൾ ചോദിച്ചു, വഖദ് സുഇല അലി ഇബ്നു അബി ത്വാലിബ് കൈഫ കാന ഹുബ്ബുക്കും ലിറസൂലില്ലാഹ്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിങ്ങൾ എങ്ങനെയാണ് സ്നേഹിച്ചത്, പ്രിയം വെച്ചത്? ഖാല,
കാന വല്ലാഹ് അഹബ്ബു ഇലൈന മിൻ അംവാലിന വഔലാദിന വആബാഇന വഉമ്മഹാതിന. എന്തൊക്കെയാ പറഞ്ഞത്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടം ഞങ്ങളെ സ്വത്തുക്കളെക്കാൾ, ഞങ്ങളെ മക്കളെക്കാൾ, ഞങ്ങളെ പിതാക്കളെക്കാൾ, ഞങ്ങളെ ഉമ്മമാരെക്കാൾ, എല്ലാവരെക്കാളും അള്ളാന്റെ റസൂലിനെയാണ് ഞങ്ങൾക്ക് ഇഷ്ടം ആയിരുന്നത് എന്ന് അലി റളിയല്ലാഹു അൻഹു പറയുകയുണ്ടായി. ഇതാണ് നമ്മളും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇഷ്ടപ്പെടേണ്ട കാര്യം. പറയുമ്പോൾ, ആലോചിക്കുമ്പോൾ ചിന്തിക്കേണ്ട ഒരു കാര്യം. ഖുർആനിൽ സൂറത്തുൽ അഹ്സാബിൽ 6-ാമത്തെ ആയത്ത് അല്ലാഹു തആല പറയുന്നു, അന്നബിയ്യു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം വഅസ്വാജുഹു ഉമ്മഹാതുഹും. അന്നബിയ്യു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബിയാണ്. ഔലാ ബിൽ മുഅ്മിനീൻ മിൻ അൻഫുസിഹിം, മുഅ്മിനീങ്ങൾക്ക് അവരുടെ ശരീരത്തെക്കാളും അവരെക്കാളും ഏറ്റവും പ്രാധാന്യമുള്ള വ്യക്തി. വഅസ്വാജുഹു ഉമ്മഹാതുഹും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പത്നിമാർ, ഭാര്യമാർ അവരുടെ മാതാക്കളുമാകുന്നു എന്ന്. ഇത്രത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുവാനും ഇഷ്ടപ്പെടുവാനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സാമീപ്യം ആഗ്രഹിക്കുവാനും കൊതിക്കുന്നവരാണ്, അങ്ങനെ താല്പര്യമുണ്ടാവേണ്ടവരാണ് വിശ്വാസികൾ എന്ന് നാം മനസ്സിലാക്കണം. അള്ളാഹുവിനെ ഇഷ്ടപ്പെടണമെന്ന് പറഞ്ഞല്ലോ. അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നത് അള്ളാഹുവിൻ്റെ നിയമങ്ങൾ പാലിക്കുന്നതിലൂടെയാണ്. ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ് യുഹിബ്ബുകുമുല്ലാഹ്. അല്ലാഹു തആല പറയുകയാണ്, ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ് ഫത്തബിഊനി യുഹിബ്ബുകുമുല്ലാഹ്. സൂറത്ത് ആലു ഇമ്രാനിലെ 31-ാമത്തെ ആയത്താണ്. നിങ്ങൾക്ക് അള്ളാഹുവിനോട് ഇഷ്ടമാണെങ്കിൽ, നിങ്ങൾ അള്ളാഹുവിനെ സ്നേഹിക്കുന്നവരാണെങ്കിൽ, നിങ്ങൾ ഫത്തബിഊനി, നിങ്ങൾ എന്നെ പിന്തുടരണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, നിങ്ങൾക്ക് അള്ളാഹിനോട് ഇഷ്ടമുണ്ടോ എങ്കിൽ നിങ്ങൾ എന്നെ പിൻപറ്റുക. യുഹിബ്ബുകുമുല്ലാഹ്, അപ്പോൾ അള്ളാഹു നിങ്ങളെ ഇഷ്ടപ്പെടും. അള്ളാഹുവിന്റെ ഇഷ്ടം കിട്ടണമെങ്കിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നാം ഇത്തിബാഅ് ചെയ്യണം, പിൻപറ്റണം, കൽപ്പനകൾ പാലിക്കണം, ജീവിതം മാതൃകയാക്കണം. അങ്ങനെയാണെങ്കിൽ അള്ളാഹു നമ്മെ ഇഷ്ടപ്പെടും എന്ന്. ആ ഇത്തിബാഉർ റസൂൽ എന്നത് പലപ്പോഴും ആളുകൾ ശ്രദ്ധിക്കാതിരിക്കുകയും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇഷ്ടമുണ്ട് എന്ന് പറയുകയും ചെയ്യും. അത് അപൂർണമാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇഷ്ടമുണ്ടെങ്കിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമ്മൾ എല്ലാ കാര്യങ്ങളിലും ഇത്തിബാഅ് ചെയ്യുകയും വേണം എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കുന്ന, അവന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റി ജീവിക്കുന്ന സജ്ജനങ്ങളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. الحمد لله رب العالمين والعاقبة للمتقين وصلى الله على نبيه الكريم وعلى آله وصحبه أجمعين اتقوا الله عباد الله. അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് വീണ്ടും ഉണർത്തുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇത്തിബാഅ് ചെയ്യുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഇത്തിബാഅ് ചെയ്യാൻ നമ്മോട് ആവശ്യപ്പെട്ടിട്ടുള്ള കാര്യം, അത് എങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്തിരുന്നത് എന്ന് നാം പഠിക്കേണ്ടതാണ്. ഒരു ഹദീസിലുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെ ഗൗരവപ്പെട്ട കുറെ കാര്യങ്ങൾ പറഞ്ഞ ഒരു സന്ദർഭം. പല കാര്യങ്ങളും പറഞ്ഞു. അതിൽ സൂചിപ്പിച്ച ഒരു കാര്യം, ഫഇന്നഹു മൻ യഇശ് മിൻകും ബഅദി, എന്റെ കാലശേഷം ജീവിക്കുന്ന ആളുകൾ ഫസയറ ഇഖ്തിലാഫൻ കസീറ, ധാരാളം അഭിപ്രായ വ്യത്യാസങ്ങൾ കാണും. മതകാര്യങ്ങളിലാണ് ഈ പറയുന്നത്. ദുനിയാവിന്റെ കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവുക സ്വാഭാവികമാണ്.
അപ്പൊ ദീനീ കാര്യങ്ങളിൽ ധാരാളമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകും. അത് എൻ്റെ കാലശേഷം വരുന്ന ആളുകൾ കാണും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? ഫഅലൈക്കും ബിസുന്നതി, നിങ്ങൾ എൻ്റെ സുന്നത്തിനെ മുറുകെ പിടിക്കണം. വസുന്നത്തിൽ ഖുലഫാഇർ റാഷിദീൻ, സച്ചരിതരായ നേർമാർഗം അവലംബിച്ച ഖുലഫാഉർ റാഷിദീങ്ങളുടെ ചര്യയെയും നിങ്ങൾ മുറുകെ പിടിക്കണം. അൽ മഹ്ദിയീൻ, മാർഗദർശനം ലഭിച്ചിട്ടുള്ള ആ ഖുലഫാഉർ റാഷിദീന്റെ. എന്നിട്ട് പറഞ്ഞു തമസ്സകൂ ബിഹ, ആ സുന്നത്തിനെ നിങ്ങൾ മുറുകെ പിടിക്കുക. വഅല്ലു അലൈഹ ബിന്നവാജിദി, അത് നിങ്ങൾ അണപ്പല്ല് കൊണ്ട് കടിച്ചു പിടിക്കുക എന്ന്. ഏതൊരു വിഷയം ദീനിയായ കാര്യം വരുമ്പോഴും അത് അള്ളാഹു പറഞ്ഞതാണോ, അള്ളാഹുവിൻ്റെ റസൂൽ ചെയ്തതാണോ, പഠിപ്പിച്ചതാണോ, ഖുലഫാഉർ റാഷിദീങ്ങളുടെ സുന്നത്താണോ എന്ന് നോക്കി ആ സുന്നത്തിനെയാണ് നമ്മൾ മുറുകെ പിടിക്കേണ്ടത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. ഹജ്ജത്തുൽ വദായിലെ അന്ത്യപ്രസംഗത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, തറക്തു ഫീക്കും അംറൈൻ ലൻ തളില്ലു മാ തമസ്സക്തും ബിഹിമാ കിതാബല്ലാഹി വസുന്നത നബിയ്യിഹി. രണ്ട് കാര്യം വിട്ടേച്ചുകൊണ്ടാണ് ഞാൻ പോകുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അവസാന പ്രസംഗമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, ഞാൻ പോകുന്നത് രണ്ട് കാര്യം വിട്ടേച്ചുകൊണ്ടാ. അത് മുറുകെ പിടിച്ച് ജീവിച്ചാൽ നിങ്ങൾ വഴി പിഴയ്ക്കുകയില്ല. അള്ളാഹുവിൻ്റെ കിതാബും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തും. ആ രണ്ട് കാര്യങ്ങൾ വിട്ടേച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പോകുമ്പോൾ എന്തെല്ലാമാണോ ദീൻ ആയിരുന്നത് അത് മാത്രമേ ദീനായി എക്കാലത്തും ഉണ്ടാവുകയുള്ളൂ. ഇമാം മാലിക് റളിയല്ലാഹു അൻഹു പറഞ്ഞ പ്രസിദ്ധമായ ഒരു വാക്കുണ്ട്, മൻ അഹ്ദസ ഫീ ഹാദിഹിൽ ഉമ്മ ഷൈഅൻ ലം യകുൻ അലൈഹി സലഫുഹാ. ഏതൊരാൾ ഈ ഉമ്മത്തിൽ പുതുതായി ഒരു കാര്യം ഉണ്ടാക്കുന്നു, അങ്ങനെ ഉണ്ടാക്കിയാൽ, അതായത് സലഫുസ്സാലിഹീങ്ങളുടെ കാലത്ത് ഇല്ലാത്ത ഒരു ആചാരം കൊണ്ടുവന്നാൽ, ഫഖദ് സഅമ, യഥാർത്ഥത്തിൽ അവൻ വാദിക്കുകയാണ്, അന്ന മുഹമ്മദൻ ഖാന റിസാല, മുഹമ്മദ് തന്റെ ദൗത്യത്തിൽ വഞ്ചന കാണിച്ചിരിക്കുന്നു എന്ന് പറയാൻ. നമ്മളൊരു പുതിയ കാര്യം ഉണ്ടാക്കിയിട്ട് ഇത് തരക്കേടില്ല, നല്ലതാണ് എന്ന് പിൽക്കാലത്തൊരാൾ പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം മുഹമ്മദ് നബി ദൗത്യം പൂർത്തിയാക്കിയിട്ടില്ല എന്നാണെന്ന്. കാരണം ഉണ്ടായിരുന്നെങ്കിൽ ഇതും കൂടി പറയണമല്ലോ. അപ്പൊ വളരെ സൂക്ഷിക്കണം നമ്മൾ ഇസ്ലാമികമായ കാര്യങ്ങൾ അതിലേക്ക് പുതുതായി വല്ലതും കടന്നുകൂടുന്നത് എന്നാണ്. ഇമാം മാലിക് പറഞ്ഞു, കാരണം ലിഅന്ന അല്ലാഹു തആല യഖൂൽ അൽ യൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറളീതു ലക്കുമുൽ ഇസ്ലാമ ദീന. അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്, ഇന്ന ദിവസം ഞാൻ നിങ്ങൾക്ക് നിങ്ങളുടെ ദീനിനെ പൂർത്തിയാക്കി തന്നു, നിങ്ങൾക്ക് എൻ്റെ അനുഗ്രഹം പൂർത്തിയാക്കി തന്നു, നിങ്ങൾക്ക് ദീനായി ഇസ്ലാമിനെ തൃപ്തിപ്പെട്ടു തന്നു എന്ന് അള്ളാഹു പറഞ്ഞില്ലേ. അതുകൊണ്ട് ഫലാ യകൂനുൽ യൗമ ദീന, അന്ന് ഇല്ലാതിരുന്ന ഒരു കാര്യവും പിന്നീട് ഇന്ന് ദീനായിരിക്കുകയില്ല എന്ന്. എന്തെല്ലാം കാര്യങ്ങൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ദീനിനെ പൂർത്തിയാക്കി തരുമ്പോൾ ദീനായിട്ടുണ്ടോ അത് എക്കാലത്തും ദീൻ ആയിരിക്കുകയും ചെയ്യും. ഇവിടെയാണ് മുസ്ലിം സമൂഹത്തിലേക്ക് വിവിധ കാലഘട്ടങ്ങളിൽ വിവിധ പ്രദേശങ്ങളിൽ ദീൻ എന്ന നിലയിൽ പുതിയ പല ആചാരങ്ങളും കടന്നു വന്നിട്ടുള്ളത്. ആരാധനകളിലും ആഘോഷങ്ങളിലും ജീവിതചര്യയിലുമൊക്കെ ദീനിയായിട്ടുള്ള കാര്യമെന്ന നിലയിൽ പലതും കടന്നു വന്നിട്ടുള്ളത്. അങ്ങനെ വന്നതിന് ബിദ്അത്ത് എന്നാണ് ഇസ്ലാമിക സാങ്കേതിക ഭാഷയിൽ പറയാം. എന്താണ് ബിദ്അത്ത്? ബിദ്അത്ത് എന്ന് പറഞ്ഞാൽ പുതിയ കാര്യം എന്നാണ് ഭാഷാപരമായ അർത്ഥം. മതപരമായ അതിൻ്റെ അർത്ഥം തരീഖത്തുൻ മുഖ്തറഅത്തുൻ ഫിദ്ദീനി, ദീനിൽ പുതുതായി ഉണ്ടാക്കിയ ഒരു വഴി അല്ലെങ്കിൽ ഒരു കാര്യം, അത് തുലാഹി ശരീഅ, ശരീഅത്തിനോട് സാദൃശ്യമുള്ള നിലക്ക്, ഇങ്ങനെ ശർആണ്, ദീനാണ്, ഇബാദത്താണ് എന്ന് തോന്നുന്ന വിധം അന്നില്ലാത്ത കാര്യങ്ങളെ കൊണ്ടുവരിക. എന്തിനു വേണ്ടി? യുഖ്സദു ബിസ്സുലൂകി അലൈഹ അൽ മുബാലഗതു ഫി തഅബ്ബുദ്. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആരാധനയിൽ
ആധിക്യമുണ്ടാക്കുക എന്നാണ്. എന്താണ് ഇത് ചെയ്യുക അതിന് പുണ്യം കിട്ടും, ഇത് ചെയ്യുക അതിനൊരു പുണ്യം കിട്ടും, അതിന് കൂടുതൽ കൂടുതൽ കൂലി കിട്ടും എന്ന് വിചാരിച്ചുകൊണ്ട് ശറയിലുള്ളതുപോലെ ദീനിലില്ലാത്ത കാര്യങ്ങൾ പുതുതായി ഉണ്ടാക്കുന്നതിനാണ് ബിദ്അത്ത് എന്ന് പറയുന്നത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുത്ബയുടെ തുടക്കത്തിൽ, പ്രഭാഷണങ്ങളുടെ തുടക്കത്തിൽ പറയുമായിരുന്നു, കുല്ല മുഹ്ദസത്തിൻ ബിദ്അ, എല്ലാ പുതുതായി ഉണ്ടാക്കുന്ന കാര്യങ്ങളും ബിദ്അത്താണ്. വകുല്ല ബിദ്അത്തിൻ ളലാല, എല്ലാ ബിദ്അത്തും ളലാലത്താണ്, ദുർമാർഗമാണ്. ഒരു റിപ്പോർട്ടിൽ വകുല്ല ളലാലത്തിൻ ഫിന്നാർ, വഴി കേടുകളൊക്കെ തന്നെ നരകത്തിലേക്കുമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ അഹ്ദസ ഫീ അംരിനാ ഹാദാ, നമ്മുടെ ഈ കാര്യത്തിൽ ആരെങ്കിലും പുതുതായി വല്ലതും ഉണ്ടാക്കി കൊണ്ടുവന്നാൽ, മാ ലൈസ മിൻഹു, അതിലില്ലാത്ത കാര്യം, അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിക്കാത്തത്, അള്ളാഹുവിന്റെ റസൂൽ ചെയ്യാത്തത്, അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറഞ്ഞിട്ടില്ലാത്തത്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ പറഞ്ഞിട്ടില്ലാത്തത്, അത്തരം കാര്യങ്ങൾ പുതുതായി ആരെങ്കിലും കൊണ്ടുവന്നാൽ ഫഹുവ റദ്ദുൻ, അത് തള്ളപ്പെടേണ്ടതാകുന്നു എന്ന്. അപ്പോൾ ഒരു സംശയം, നമ്മളിപ്പോൾ അനുഭവിക്കുന്ന എത്ര കാര്യങ്ങളുണ്ട് അള്ളാഹിന്റെ റസൂലിന്റെ കാലത്തില്ലാത്തതാണ് അല്ലേ? നമ്മളുടെ ജീവിതത്തിൽ, നമ്മുടെ വസ്ത്രത്തിൽ, നമ്മുടെ ഭക്ഷണത്തിൽ, നമ്മുടെ ആരാധനാലയങ്ങളുടെ നിർമ്മിതിയിൽ, നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, വാഹനങ്ങളെല്ലാം ഇപ്പൊ പുതിയതല്ലേ? മൻ അഹ്ദസ ഫീ അംരിനാ ഹാദാ, നമ്മുടെ ഈ കാര്യം എന്ന് പറഞ്ഞത് ഹദീസിന്റെ ശറഹിൽ എല്ലാ ഉലമാക്കളും പറഞ്ഞത് ഫി അംരിനാ ഹാദാ എന്ന് പറഞ്ഞ ഈ ദീൻ കാര്യങ്ങൾ എന്നാണ്. അപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് ദീനിൻ്റെതായ കാര്യങ്ങൾ ആണോ അല്ലേ എന്ന് നോക്കണം. ഒരു പക്ഷേ ദീന് സഹായകമാകും, ദീൻ ഈ കാര്യങ്ങൾ നിർവഹിക്കാനാവും, പക്ഷെ അതാണോ ദീൻ? ഇപ്പൊ നമുക്ക് നമസ്കരിക്കണം, നമസ്കാരം ദീനാണ്, അതിന് സൗകര്യപ്പെട്ട സ്ഥലമുണ്ടാക്കണം, അത് ഏത് രൂപത്തിൽ വേണം? അങ്ങനെ ഉണ്ടാവുന്നതിൽ ഒരു പുണ്യം നമ്മൾ ആഗ്രഹിക്കുന്നില്ലല്ലോ അല്ലേ? പള്ളി 4 നിലയിൽ ഉണ്ടാക്കണം, ആ 4 നില ഉണ്ടാക്കുക എന്നതിൽ പുണ്യമല്ല, ആളുകൾക്ക് സൗകര്യം ഉണ്ടാവുക എന്നുള്ളതാണ്. അപ്പൊ ദുനിയാവിന്റെ കാര്യത്തിൽ പുതിയ പുതിയ കാര്യങ്ങൾ സൗകര്യത്തിനുണ്ടാകും. ദീനിന്റെ കാര്യം അന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നതാണ്. ഈ ഒരു ആമുഖത്തോടുകൂടി ഇത്തിബാഅ് വേണം, നമുക്ക് നിയ്യത്ത് ഇഖ്ലാസും വേണം. സലഫുസ് സാലിഹീങ്ങൾ നമുക്ക് കാണിച്ചു തരണം. ഖൈറുൽ ഖുറൂനി ഖർനി, ഏറ്റവും നല്ല കാലഘട്ടം, അല്ല നൂറ്റാണ്ടുകൾ, തലമുറ എന്റെ കാലമാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സുമ്മല്ലദീന യലൂനഹും സുമ്മല്ലദീന യലൂനഹും, പിന്നെ വരുന്ന തലമുറ, പിന്നെ വരുന്ന തലമുറ. ഇത് നോക്കുമ്പോഴേ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ, പല നാട്ടിലും മുസ്ലിങ്ങൾ ദീനായി ചെയ്തു വരുന്ന, പുണ്യം പ്രതീക്ഷിച്ച് ചെയ്യുന്ന പല കാര്യങ്ങളും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതല്ല, സഹാബത്ത് അനുഷ്ഠിച്ചതല്ല, അടുത്ത താബിഈങ്ങളുടെ കാലത്തുമില്ല എന്ന് നമുക്ക് കാണാം. അതിൽപ്പെട്ട ഒരു കാര്യമാണ് ഹുബ്ബുർ റസൂൽ വേണമെന്ന് ഞാൻ പറഞ്ഞല്ലോ. അതിനെ വഴിതെറ്റി വിട്ടിട്ട് അത് മൗലിദുർ റസൂൽ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനം ആഘോഷിക്കലായി. പണ്ടൊക്കെ ചില മദ്ഹുകൾ പറയലായിരുന്നു, അത് അവിടെ നിന്നും പോയി. പിന്നെ അലങ്കാരങ്ങളായി, പിന്നെ അവിടെ നിന്നും പോയി. പിന്നെ ആഘോഷങ്ങളായി, പിന്നെ പ്രകടനങ്ങളായി, ജാഥകളായി, പലതുമായി. ഇതൊന്നും തന്നെ റസൂൽ പഠിപ്പിച്ചതായി ഒരു കിതാബിലുമില്ല, സഹാബത്ത് ചെയ്തതായുമില്ല. പിന്നെ നല്ലതല്ലേ, പുണ്യമല്ലേ, മദ്ഹല്ലേ, ഭക്ഷണം കൊടുക്കല്ലേ, അങ്ങനെ ന്യായങ്ങളാണ്. ശറയിൽ ദീനിയായ ഒരു കാര്യത്തിന് നമ്മൾ അങ്ങനെ ന്യായങ്ങൾ ഉണ്ടാക്കിക്കൂടാ. ഉദാഹരണം പറയാം, നമുക്ക് നമസ്കാരത്തിന്റെ റക്അത്തിന്റെ എണ്ണമല്ലേ, സുബഹി 2 റക്അത്താ. ഒരാൾ വിചാരിക്കുക നമ്മൾ അതൊന്ന് 3 നിസ്കരിച്ചാലോ, നല്ലതല്ലേ, അള്ളാന്റെ മുമ്പിലല്ലേ, ഖുർആൻ ഓതുകയല്ലേ, ദിക്റും ദുആയല്ലേ, സുജൂദും റുക്കുഅല്ലേ. അങ്ങനെ പറ്റൂല, അങ്ങനെ പറ്റൂല. അതൊരു ഇബാദത്താണ്, ദീനിയായ ഒരു അമലാണ്, അത് അങ്ങനെ തന്നെ പറ്റുള്ളൂ. ഇപ്പൊ ഒരാൾ ഹജ്ജിന് പോവാണ്, ഹജ്ജിന് അതിൻ്റെതായ സമയമുണ്ടല്ലോ, ഹജ്ജ് ദിവസങ്ങൾ. ഒരാൾ വിചാരിക്കുക ആ ദിവസം എനിക്ക് അസൗകര്യം, ഞാൻ വേറൊരു ദിവസം പോയാൽ അങ്ങനെ കുറച്ച് അധിക കാലങ്ങൾ അവിടെ നിൽക്കാൻ കുറെ അധികം ചെയ്യാം, അത് പറ്റില്ല. കാരണം എന്താ, അത് അങ്ങനെയാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ കാണിച്ചു തന്നിട്ടുള്ളത്. അപ്പൊ ദീനിലേക്ക് പുതുതായി കൊണ്ടുവരുന്ന കാര്യങ്ങളെ നമ്മൾ സൂക്ഷിക്കുകയും ദീൻ നന്നായി അനുഷ്ഠിക്കുകയും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് നമ്മുടെ മാതൃക എന്ന നിലക്ക് നാം അംഗീകരിക്കുകയും റസൂൽ പറഞ്ഞതനുസരിക്കുക,
റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ ധാരാളമായി സ്വലാത്ത് ചൊല്ലുക, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ നാളെ സ്വർഗത്തിലെത്താൻ ആഗ്രഹിക്കുക, അതിനുവേണ്ടി പ്രാർത്ഥിക്കുക. ഏത് കാര്യത്തിലും ഹറാം ഹലാൽ കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ റസൂലുള്ള പറഞ്ഞോ, റസൂലുള്ള ചെയ്തോ, റസൂൽ എന്ത് പഠിപ്പിച്ചു എന്ന് നോക്കുകയും റസൂലിനെ മറ്റാരെക്കാളും, നമ്മുടെ ശരീരത്തെക്കാളും, നമ്മുടെ മാതാപിതാക്കളെക്കാളും, മക്കളെക്കാളും ഏറ്റവും കൂടുതൽ പ്രിയം വെച്ച് നാം ജീവിക്കുകയും ചെയ്യണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. ഇന്ന് നമ്മുടെ പള്ളിയുമായി ബന്ധപ്പെട്ട ഒരു പ്രധാന കാര്യം നിങ്ങൾ അറിയിക്കാനുണ്ട്. നമുക്കറിയാം, കേരളത്തിൽ തന്നെ മലബാറിൽ പ്രത്യേകിച്ചും ഏറ്റവും കൂടുതൽ ആളുകൾ ജുമാക്ക് പങ്കെടുക്കുന്ന ഒരു പള്ളിയാണിത്. നമ്മുടെ കഴിവനുസരിച്ച് നമ്മൾ പള്ളി സൗകര്യപ്പെടുത്തുകയും ആളുകൾക്ക് വളരെ റാഹത്തായിട്ട് ഇവിടെ വന്ന് നമസ്കരിക്കാൻ ഏർപ്പാടുകൾ ഉണ്ടാക്കുകയും ചെയ്തിട്ടുണ്ട്. ഓരോ വർഷവും പല പണികളും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് അത്യാവശ്യമായി വന്നത് ഇലക്ട്രിസിറ്റി ബില്ല് താങ്ങാൻ കഴിയാത്തത്ര വർദ്ധിക്കുകയാണ്. അപ്പോൾ കമ്മിറ്റി തീരുമാനിച്ചത് നമ്മുടെ പള്ളിയിൽ ആവശ്യത്തിന് കറണ്ട് കിട്ടാൻ സോളാർ പാനൽ സ്ഥാപിക്കണം എന്നതാണ്. അത് മാത്രവുമല്ല, പൊല്യൂഷൻ ഇല്ലാതാക്കാൻ, അതായത് വായു മലിനീകരണം ഇല്ലാതാക്കാൻ പരിസ്ഥിതി സൗഹൃദമാണ് ഈ സോളാർ പാനൽ എന്ന് പറയുന്നത്. സർക്കാരും അങ്ങനെ ആവശ്യപ്പെടുന്നുണ്ട്. അതിനു വേണ്ടിയുള്ള ഒരു ശ്രമം തുടങ്ങുകയാണ്. നമുക്ക് ആവശ്യമുള്ള അത്ര വൈദ്യുതി കിട്ടാൻ 17 ലക്ഷം രൂപ വേണം നമുക്ക് ഈ പള്ളിക്ക് ആവശ്യമായ നിലയിൽ സോളാർ പാനൽ സ്ഥാപിക്കണമെങ്കിൽ. അത് നമ്മളാണ് ഇവിടെ നമസ്കരിക്കുന്നത്, നമ്മളാണ് ജുമാക്ക് വരുന്നത്, നമുക്കാണ് അതിൻ്റെ ഉപയോഗവുമുള്ളത്. അപ്പോൾ നമ്മൾ തന്നെ ആ പണം കണ്ടെത്തണം. അതിനിവിടെ ഇന്ന് നമസ്കാര ശേഷം അതിന് കളക്ഷൻ നടത്തും. കഴിയുന്നത്ര ആളുകൾ അതിന് സംഭാവന ചെയ്യണം. ഇന്ന് കൊണ്ടുവന്നിട്ടുണ്ടാവില്ല കുറേ ആളുകൾ, അവർ അടുത്ത ആഴ്ച വരുമ്പോൾ കൊണ്ടുവരണം. പിന്നെ ഇതിൻ്റെ അക്കൗണ്ട് നമ്പറും QR കോഡും ഒക്കെ ഇവിടെ പുറത്ത് പതിച്ചിട്ടുണ്ട്. നമ്മുടെ പ്രവർത്തകർ കാണിച്ചു തരും. അങ്ങനെ അത് ഗൂഗിൾ പേ ആയിട്ട് അയച്ചു കൊടുക്കാൻ പറ്റും. അല്ലെങ്കിൽ ഇവിടെ ഓഫീസിൽ പണം അടച്ച് അതിന് റെസിറ്റ് വാങ്ങുകയും ചെയ്യാം. 17 ലക്ഷം രൂപ 1-2 ആഴ്ച കൊണ്ട് നമുക്ക് ഇവിടുന്ന് പിരിച്ചെടുക്കണം. അതൊരു വലിയ തുകയൊന്നുമല്ല. ഇത്രയും ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ കാര്യമായി ശ്രദ്ധിച്ചാൽ ഒരാഴ്ച കൊണ്ട് തന്നെ നമുക്ക് ഒപ്പിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷ. നമ്മൾ അധ്വാനിക്കുക. അല്ലാഹു തആല അത് പൂർത്തീകരിക്കാൻ നമ്മെ സഹായിക്കുമാറാകട്ടെ. റഹ്മാനായ അല്ലാഹുവേ, ഞങ്ങളിൽ നിന്ന് വന്നു പോകുന്ന തെറ്റുകുറ്റങ്ങൾ ഞങ്ങൾക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരണമേ. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ആളുകൾക്ക് മഗ്ഫിറത്ത് നൽകി അനുഗ്രഹിക്കണമേ. രോഗങ്ങളും പ്രയാസങ്ങളും കൊണ്ട് കഷ്ടപ്പെടുന്നവരുടെ എല്ലാ പ്രയാസങ്ങളെയും രോഗങ്ങളെയും ദൂരീകരിച്ച് തരണമേ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا يا غافر المذنبين اللهم أعز الإسلام والمسلمين. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وصلى الله على نبينا محمد وعلى آله وصحبه أجمعين.